അവിടെ കുറേ പ്രോഗ്രാമുകളും നിർമ്മാണ പ്രവൃത്തികളും അല്ല നടക്കേണ്ടത്, മറിച്ച് വിശ്വാസ പരിശീലനമാണ്, പ്രബോധനം, ഉത്തമമായ ബോധ്യം മാതാപിതാക്കളിലും മക്കളിലും ജനിപ്പിക്കുന്ന ശുശ്രൂഷകളാണ് ഇടവക ദേവാലയത്തിൽ ഉണ്ടാകേണ്ടത്. കുടുംബം, കൂട്ടായ്മ, ഇത് രണ്ടും കർത്താവിനാൽ സ്ഥാപിതമാണ്. അപ്പോൾ കുടുംബങ്ങൾ നിലനിൽക്കുവാനും വിശ്വാസം നിലനിൽക്കുവാനും ആവശ്യമായ പരിശീലനങ്ങൾ. 27 വർഷത്തെ വിവാഹ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കർത്താവ് നൽകിയ 4 കുഞ്ഞുങ്ങളെ കർത്താവിനോട് ചേർത്ത് വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ പോയതിൻ്റെയും വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ കാണാനും അറിയുവാനും ഇടയായതിൻ്റെ വെളിച്ചത്തിലുമൊക്കെയാണ് ഇന്ന് ഈ കൊച്ചു ചിന്ത പങ്കുവെക്കാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു യുവാവുമായി സംസാരിക്കാനിടയായപ്പോൾ ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അല്പം കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്, ഒന്നും തോന്നരുത്. അപ്പോൾ ആ മകൻ പറയുകയാണ്, 90കൾക്ക് ശേഷം വിവാഹം കഴിച്ച മാതാപിതാക്കളെ അരച്ച് ശരിയാക്കണം. വലിയ വേദനയും നൊമ്പരവും ആത്മരോക്ഷവുമെല്ലാം ആ യുവാവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഉടനീളമുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എന്നെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തയാണിത്. നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ കാഠിന്യം അനുഭവിക്കാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കാതെ പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടം മാത്രം സാധിച്ചു കൊടുത്തുകൊണ്ടോ ഒരിക്കലും കഷ്ടപ്പാടും പ്രയാസങ്ങളും അറിയിക്കാതെ പാവപ്പെട്ട നമ്മുടെ മക്കളെ അവരെ നമ്മൾ ബലിയാടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊതുവായ നിരീക്ഷണങ്ങൾ മാത്രമേ മുമ്പോട്ട് വെക്കാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാവരും അങ്ങനെയാണെന്നോ എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല എന്നും അറിയാം. പക്ഷേ ഇങ്ങനെ ധാരാളം കുടുംബങ്ങളെയും നൊമ്പരപ്പെടുന്ന മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്. ഞാനും അത്തരം അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പൂർണ്ണതയിൽ നിന്നുകൊണ്ടല്ലത് സംസാരിക്കുന്നത്, മറിച്ച് എൻ്റെ അപൂർണതയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് മറന്നുപോയ ഒരു മാതാപിതാക്കളുടെ തലമുറയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ആ യുവാവിൻ്റെ ആത്മരോക്ഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം ക്രിസ്ത്യൻ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ കെണികളിൽ അകപ്പെട്ടു പോകുന്നത് ക്രിസ്ത്യൻ കുട്ടികളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആൺകുട്ടികളെക്കുറിച്ച് ധാരാളം പരാതികൾ പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോവുക എന്ന ഉദ്ദേശത്തോടെയല്ല നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ നമുക്കറിയാം സഭയിൽ നിന്ന് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ മക്കളുടെ വിഷയങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഷ്ക്രിയരായിത്തീരുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കെണിയിൽ വീഴുന്നത്? എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, മക്കളെ പഠിപ്പിക്കേണ്ടത് നന്മതിന്മകൾ തിരിച്ചറിയുവാനും ലോകത്തിൻ്റെ കാഠിന്യവും ചതിക്കുഴികളും കെണികളും തിരിച്ചറിയുവാനും സ്വന്തം കാര്യം സ്വന്തം കാലേ നിൽക്കുവാനുമാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഓരോ കുഞ്ഞിനും അതിൻ്റെ പ്രായത്തിനനുസരിച്ച് കാരണവന്മാർ പറയുന്ന പഴഞ്ചൊല്ലുണ്ട്. അതും ഇന്ന് പറയും മിറ്റമില്ലെങ്കിൽ വേണ്ട. ഒരു കുഞ്ഞൊരു പ്ലാവില പിറക്കിക്കളയാൻ പ്രായമായെങ്കിൽ മിറ്റമടിക്കാൻ ചൂല് കയ്യിലെടുത്ത് മിറ്റമടിക്കാനുള്ള കെൽപ്പില്ല എങ്കിൽ ആ പ്രായത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് രാവിലെ മുറ്റത്ത് വീഴുന്ന ഇല പിറക്കിച്ച് കളയണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് മുറ്റത്ത് ഇല പിറക്കാനുണ്ടാവുകയില്ല. പക്ഷേ തുണിയലക്കുന്ന ഇടങ്ങളിൽ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ മാതാപിതാക്കളും മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? വന്നേ മകനെ വന്നേ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് തുണിയലക്കുമ്പോൾ അപ്പനും അമ്മയും ഒന്നിച്ചാണ് തുണിയലക്കുന്നത്. സാഹചര്യം ഉള്ള ഇടങ്ങളിൽ കൊട്ടോ. ഇനി അപ്പൻ മാത്രമാണ് എങ്കിൽ അപ്പൻ തുണിയലക്കാൻ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ പങ്കാളിത്തമുണ്ടോ? ഭക്ഷണം തയ്യാറാക്കുന്നിടത്ത് പങ്കാളിത്തമുണ്ടോ? കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇടങ്ങളിൽ അപ്പനോ അമ്മയോ കിച്ചണിലാണ് എങ്കിൽ അങ്ങോട്ട് വിളിച്ചിരുത്തി അവരോട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന വൈകാരികമായ തലങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടോ? ഇന്ന് നോക്കിക്കേ, മൃദുല ഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രൈണഭാവം എന്ന് പറയുന്നതിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടാണ്.
അത് സത്യം തന്നെയാണ്. അപ്പോൾ ബോധപൂർവം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കേണ്ടേ? ഇങ്ങനെ കുഞ്ഞുങ്ങളെ വെറും എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയുള്ള മിഷനറികളായി മാത്രം നമ്മൾ ഉപകരണങ്ങളാക്കി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃദുലഭാവങ്ങളൊന്നും ആ കുഞ്ഞുങ്ങളിലില്ല എന്നുള്ളതാണ്. വീട്ടുമുറ്റത്ത് കൊച്ചു രീതിയിലുള്ളതായി എന്തെങ്കിലും നമുക്ക് പറ്റുന്ന കൊച്ചു കൃഷികളോ അല്ലെങ്കിൽ പൂച്ചെടി പരിപാലനത്തിലോ നമ്മൾ ഏർപ്പെടുമ്പോൾ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ടോ? കർഷകൻ തൻ്റെ കാർഷിക വൃത്തിയിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാറുണ്ടോ? പശു വളർത്തുന്നവൻ അല്ലെങ്കിൽ പശു വളർത്തുന്ന മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ അവരാലാകുന്ന വിധം ആ ജോലിയിലേക്ക് അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബലിയാടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ പ്രായമനുസരിച്ച് വളർന്നു വരുന്നതനുസരിച്ച് അവരുടെ സർട്ടിഫിക്കറ്റുകളായിക്കൊള്ളട്ടെ, സർക്കാർ സംബന്ധമായ, സ്കൂൾ സംബന്ധമായ, കോളേജ് സംബന്ധമായ, ഫീസ് സംബന്ധമായ, ലോൺ സംബന്ധമായ വിഷയങ്ങൾ നമ്മുടെ മക്കളെ തന്നെ പറഞ്ഞു വിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ടോ? ഒരു വിദ്യാഭ്യാസ ലോണിന് നമ്മുടെ മകനോ മകളോ ആണെങ്കിൽ അവരാണോ പോകുന്നത് ആദ്യം? നിങ്ങൾ പോയി ബാങ്ക് മാനേജരെ കണ്ടിട്ട് വാ എന്ന് പറയുന്നുണ്ടോ? കൂട്ടിന് വേണ്ട ആൾക്കാരെ കൊടുത്തുകൊണ്ടോ അല്ലാതെ ഒറ്റയ്ക്ക് പോകാൻ കഴിവുണ്ടെങ്കിൽ ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ സഹോദരനെ സഹോദരിയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് പറഞ്ഞു വിടാൻ സാധിക്കുന്നുണ്ടോ? വസ്ത്രം മേടിക്കാൻ മക്കളെ മാത്രം പറഞ്ഞു വിടാറുണ്ടോ? മക്കളെ റേഷൻ കടയിൽ വിടാറുണ്ടോ? കയ്യിൽ പൈസ വെച്ചിട്ട് മക്കളോട് വായ്പ ചോദിക്കാൻ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു പ്രകൃതിയിലേക്ക് നോക്കിക്കേ. പ്രകൃതിയിലെ എല്ലാ അപ്പനും അമ്മയും എന്താ പഠിപ്പിക്കുന്നത്? അതിജീവനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിജീവനം പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ജോലി നേടേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. ജോലി നേടിക്കഴിയുമ്പോൾ ഇത് നിലനിർത്താൻ പറ്റുമോ? ഇല്ല. സമ്പത്ത് നിലനിർത്തണമെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കാനിടയാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ചതിയിൽ വീഴിക്കുകയാണ്. മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, മക്കളുടെ ഭാവിയെ മുന്നിൽ കണ്ട് മക്കളുടെ സ്വഭാവ രൂപീകരണമാണ് മാതാപിതാക്കൾ നടത്തേണ്ടത്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടല്ല, ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിരിക്കണം. സ്വഭാവ രൂപീകരണമാണ് അപ്പനും അമ്മയും ശ്രദ്ധിക്കേണ്ടത്. അപ്പനും അമ്മയും തമ്മിൽ കൂട്ടായ്മയുണ്ടാകണം. ഒരുമിച്ചിരിക്കുവാനും ഒന്ന് കൊഞ്ചാനും കുഴയുവാനും അപ്പനും അമ്മയും സമയം കണ്ടെത്തണം സാധിക്കുമെങ്കിൽ. ഇല്ലെങ്കിൽ മൊബൈലിലൂടെ സംസാരിക്കുന്നത്, അപ്പനും അമ്മയും സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് മക്കൾ കാണാനിടയാകണം. ഇന്ന് എന്തുകൊണ്ടാണ് കൂടിത്താമസം വർദ്ധിക്കുന്നത്? വിവാഹത്തിനോട് മക്കൾക്ക് വിരക്തിയാണ്. എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളുമാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ തമ്മിൽ കൂട്ടായ്മയില്ല. എന്നിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ നമ്മൾ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറ്റം വരേണ്ടത് നമ്മൾ മാതാപിതാക്കൾക്കാണ്. നമ്മളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്, കേട്ടല്ല. അതേപോലെ തന്നെയാണ് വീട്ടിൽ ഒന്നിലധികം മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ മൂത്തയാൾക്ക് ജോലിയായെങ്കിൽ ഇളയാളെ പഠിപ്പിക്കാൻ നമ്മൾ പറയുന്നുണ്ടോ? അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? ആഴ്ചയിലോ ഒരിക്കലോ 10-15 ദിവസം കൂടുമ്പോൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഞങ്ങൾ പലപ്പോഴും മാസത്തിൽ 2-3 തവണയെങ്കിലുമൊക്കെ ഒരു വലിയ പാത്രമുണ്ട്. ആ പാത്രത്തിൽ ഒരുമിച്ച് ചക്കപ്പുഴുക്കോ കപ്പപ്പുഴുക്കോ ഒക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കും. അത് ബോധപൂർവം ശ്രമിക്കാറുണ്ട്, അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാറുണ്ട്. 4 കുഞ്ഞുങ്ങളുണ്ടായിട്ട് തന്നെ. അപ്പോൾ മക്കളുടെ എണ്ണം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? കാരണം ഇതെല്ലാം ഒരു കൃപയുണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. വളരെ എളുപ്പമാണ് മക്കളെ സ്വീകരിക്കുന്ന പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിന് കൃപ ലഭിക്കേണ്ടതുണ്ട്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവ് നീ തരുന്ന മക്കളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ ശരണത്തെ സ്ഥിരപ്പെടുത്തണമേ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? വീണ്ടും വീണ്ടും പറയട്ടെ, ഓരോ പ്രായത്തിനനുസരിച്ചും ആ കുഞ്ഞുങ്ങളെ കടകളിൽ, റേഷൻ കടയിൽ, വില്ലേജിൽ, പഞ്ചായത്തിൽ, കോളേജിൽ, ബാങ്കുകളിൽ ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പരിശീലിപ്പിച്ചുകൊണ്ട് നാളെ ഈ മക്കൾക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ പ്രതിസന്ധിയില്ലാതെ മനസ്സിടിയാതെ നിൽക്കാൻ ആവശ്യമായ ആത്മബലം കൊടുക്കുന്നുണ്ടോ? ഇനി മറ്റൊന്ന് പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മക്കളോട് നിങ്ങളിങ്ങനെ പള്ളിയിൽ പോകണം, മക്കൾക്ക് ഭക്തമാർഗം കൊടുക്കാറില്ല. മക്കളിൽ ജനിപ്പിക്കേണ്ടത് ഭക്തിയാണ്, ഭക്തമാർഗമല്ല. ഭക്തിയുണ്ടാകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
ഈ വ്യത്യാസം ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ മക്കൾ ചോദിക്കും, പള്ളിയിൽ മാത്രമേ ദൈവമുള്ളോ, വീട്ടിൽ ദൈവമില്ലേ, കോളേജിലായിരിക്കുന്നിടത്ത് പഠിച്ചാൽ പോരെ, പ്രാർത്ഥിച്ചാൽ പോരെ, ജോലി സ്ഥലത്ത് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് മക്കൾ ചോദിക്കും. ഭക്തമാർഗം കൊടുത്താൽ, ഭക്തിമാർഗം കൊടുക്കണം. ഭക്തി അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നമുക്ക് പ്രശ്നമില്ലായിരുന്നു, പഴയ തലമുറപ്പെട്ടവർക്ക് പ്രശ്നമില്ല. നമുക്ക് ഏത് കിട്ടിയാലും നമ്മളങ്ങ് സ്വീകരിച്ചു പോകുമായിരുന്നു. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന വലിയൊരു ക്രൈസ്തവ സമൂഹമുണ്ടായിരുന്നു, സുരക്ഷിതത്വത്തിൻ്റെ ഒരു കോട്ടയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതില്ല. അതുകൊണ്ട് ഇന്ന് കൊടുക്കേണ്ടത് ഭക്തിയാണ്. ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവെന്ന ആളെയാണ് കൊടുക്കേണ്ടത്. ആ ക്രിസ്തുവെന്ന വ്യക്തിയെക്കുറിച്ച് അറിയുമ്പോൾ അവരിൽ ഉണ്ടാകേണ്ടതാണ് ഭക്തമാർഗം. ഭക്തിയിൽ നിന്ന് ഭക്തമാർഗത്തിലേക്ക് പോകട്ടെ. അപ്പോൾ അവർ ശിഷ്യരായി മാറും. ശിഷ്യരെ എവിടെ ജീവിച്ചാലും ശിഷ്യർ തന്നെയായിരിക്കും. അപ്പം കുഞ്ഞുങ്ങളെ ശിഷ്യത്വത്തിലേക്ക് വളർത്തുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അത് സഭ ചെയ്തോ, അവർ ചെയ്തോ, ഇവർ ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ നഷ്ടപ്പെടാനുള്ളത് മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് മാറിയ കാലഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളിൽ ഭക്തി ജനിപ്പിക്കണം. ഞാൻ എൻ്റെ മക്കളോട് പറയും, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നോ ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അവരുടെ പ്രായത്തിനനുസരിച്ചാണ് കൂട്ട പറഞ്ഞു കൊടുക്കുന്നത്. ചാടിക്കയറി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഇങ്ങ് എടുത്തുകൊണ്ട് പോകരുത്, അങ്ങനെ കരുതരുത്. വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് പ്രായമാകുന്നതനുസരിച്ച് അവരോട് ഞാൻ പറയും, നിങ്ങൾ സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥന, പള്ളിയിൽ പോക്ക്, പ്രാർത്ഥന, ദൈവവിശ്വാസം, ഇങ്ങനെ ഇവ കൊണ്ടു നടക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾ കാര്യകാരണ സഹിതം ദൈവത്തിൽ വിശ്വസിക്കണം. ഞാൻ എൻ്റെ മക്കളോട് ദൈവകൃപയാൽ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ കൂടിത്താമസമുണ്ട്, സോദോം ഗൊമോറ, പാശ്ചാത്യ സംസ്കാരമുണ്ട്. ഇപ്പോൾ അത് ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. മറ്റൊന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിക സംസ്കാരം നിങ്ങളുടെ മുമ്പിലുണ്ട്. അരാജകത്വത്തിൻ്റെ, ദൈവനിന്ദയുടെ, മതനിന്ദയുടെ, അസഹിഷ്ണുതയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനുമെന്ന് വേർതിരിക്കുന്ന കമ്മ്യൂണിസം നിങ്ങളുടെ മുമ്പിലുണ്ട്. മനുഷ്യൻ വെറും ശരീരമാണെന്ന് പറയുന്ന കമ്മ്യൂണിസം. ആദ്യം എന്ത് പറയും? ഏത് മതസ്ഥർക്കും വിശ്വസിക്കാം, ഏത് മതസ്ഥർക്കും കമ്മ്യൂണിസത്തിൽ വരാമെന്നൊക്കെ പറയും. പക്ഷേ പൂർണ്ണമായി ആധിപത്യം കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാം. കമ്മ്യൂണിസം എങ്ങനെയായിത്തീരുമെന്ന് ചൈനയിലേക്കും നോർത്ത് കൊറിയയിലേക്കും ഒക്കെ നോക്കിയാൽ കാണാം. ആധിപത്യം കിട്ടുന്നിടം വരെയുള്ള സ്വഭാവമല്ല കമ്മ്യൂണിസത്തിൻ്റെത്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമും കമ്മ്യൂണിസവും കൂടിത്താമസവും സോദോം ഗൊമോറയും. ഇപ്പോൾ നോക്കിക്കേ, ലിബറലിസം, വ്യക്തി അവനവനിസം എന്ന് പറയുന്ന പുത്തൻ മതം. വേറൊരാളെ ദ്രോഹിക്കാതിരുന്നാൽ മതി, നിയമലംഘനം നടത്താതിരുന്നാൽ മതി, പരസ്പരം ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണം കഴിക്കുകയും സെക്സിലുമൊക്കെ ഏർപ്പെടാം. അത് ആണായാലും കുഴപ്പമില്ല, പെണ്ണുമായിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ അരാജകത്വം ഉണ്ടാകും. ഇപ്പം യൂറോപ്പിൽ സംഭവിച്ചത് എന്താണ്? ലിബറലിസം, സോഷ്യലിസം എന്നെല്ലാം പറഞ്ഞ് വലിയ ലിബറലിസം കൊണ്ടുവന്നു. യൂറോപ്പിനെ ഇപ്പോൾ എന്താണ് വിഴുങ്ങാൻ നിൽക്കുന്നത്? പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങാൻ നിൽക്കുകയാണ്. ഇനി ഇത് വന്നാലെന്താണ്? സമാധാനമില്ല. അപ്പം അതുകൊണ്ട് മക്കളോട് പറയണം, നിങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ എപ്പോഴും ഏതെങ്കിലും നേതാവിനെയോ ആശയങ്ങളെയോ പിൻപറ്റുന്നവരാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങളൊന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമോ കമ്മ്യൂണിസമോ അവനവനിസമോ കൂടിത്താമസമോ സോദോം ഗൊമോറയോ ഒക്കെ വരും. മറ്റൊന്ന് ക്രിസ്ത്യാനിറ്റിയുണ്ട്. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. മതേതര ജനാധിപത്യ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ക്രിസ്തീയ ദർശനത്തിന് മാത്രമേ ഇന്ന് കൃത്യമായി സാധിക്കുന്നുള്ളൂവെന്ന് ചരിത്രത്തിലേക്ക്, ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൻ്റെ, ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മക്കളോട് പറയണം. അതുകൊണ്ട് ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഒരു അനിവാര്യതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഓരോ രാഷ്ട്രങ്ങളും എടുത്തു വെച്ചങ്ങ് നോക്കാൻ പറയണം മക്കളോട്. അല്ലാതെ ഈ കാലഘട്ടത്തിലെ മക്കളോട്, ബുദ്ധിമാന്മാരായ മക്കളോട്, എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലഘട്ടത്തിലെ മക്കളോട് ഭക്തമാർഗം പകർന്നു കൊടുത്താൽ അവർ നിൽക്കുകയില്ല. അപ്പോൾ അവരെ കൃത്യമായും ചലഞ്ച് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഏത് വേണം? ക്രിസ്ത്യാനിറ്റി വേണോ? ക്രിസ്ത്യാനിറ്റിയിൽ മതരാഷ്ട്രമില്ല, ജാതിയില്ല, പ്രവാചക നിന്നയില്ല, ദൈവനിന്നയില്ല. നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്, നിനക്കിഷ്ടമുള്ളത് എടുക്കാം. ക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യുവാനോ ക്രിസ്തുവിന് വേണ്ടി രാഷ്ട്രം സ്ഥാപിക്കാനോ ഇറങ്ങേണ്ടതില്ല. പക്ഷേ നിൻ്റെ മുമ്പിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മൂല്യാധിഷ്ഠിത ജീവിതമുണ്ട്. അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ മാത്രമുള്ള സോദോം ഗൊമോറയുടെ കൂടിത്താമസത്തിൻ്റെ അവനവനിസമുണ്ട്. അതല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഏകാധിപത്യമുണ്ട്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അരാജകത്വമുണ്ട്. ഇതിലേത് വേണമെന്ന് ചോദിക്കാൻ പറ്റണം. കമ്മ്യൂണിസത്തിലേക്ക് നോക്കുകയും ഉള്ളവനും ഇല്ലാത്തവനും എന്ന് വേർതിരിവാണ്. ഇല്ലാത്തവൻ്റെ പേര് പറഞ്ഞ് മന്ത്രിയാകുന്ന
മുഖ്യമന്ത്രിയാകുന്ന പാർട്ടി നേതാക്കളാകുന്നവർ ഇന്ന് വൻകിട മുതലാളിമാരാണ്. ആരുടെ പേര് പറഞ്ഞാൽ ഈ പറ്റിക്കുന്നത്? പാവപ്പെട്ട തൊഴിലാളിയുടെ പേര് പറഞ്ഞാണ് മന്ത്രിയും നേതാക്കളുമായി മാറുന്ന കമ്മ്യൂണിസത്തിൽ. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. പാവപ്പെട്ട വിശ്വാസികളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഇവർ നേതാക്കളായി മാറുന്നത്. ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിക്കുന്ന 1-2 രാഷ്ട്രങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരിടത്തും സമാധാനമില്ല മക്കളെ. കാര്യകാരണ സഹിതം വിശ്വാസം വിശദീകരിച്ചു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയും ക്രിസ്തീയ മൂല്യങ്ങളും സാമൂഹ്യ, രാഷ്ട്രീയ, സാങ്കേതിക, വികസനപരമായ അനിവാര്യതയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് മാറിയ കാലഘട്ടത്തിൽ യുക്തിഭദ്രമായി കാര്യകാരണ സഹിതം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇത് നിലനിൽക്കുന്നത് കൂട്ടായ്മയിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ്, പാരമ്പര്യങ്ങളിലൂടെയാണ്. അവിടെയാണ് ഇടവകയുടെയും സഭയുടെയും അനിവാര്യത കടന്നു വരുന്നത്. ഒരു കൂട്ടായ്മയിൽ ഇത് നിലനിൽക്കുകയുള്ളൂ. അപ്പം അവിടെയാണ് നമുക്ക് സഭയും സഭാത്മക ജീവിതവും ആവശ്യമായി വരുന്നത് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാശത്തിനിട്ട് കൊടുക്കുന്ന, കെണിക്കിട്ട് കൊടുക്കുന്ന ഈ അവസ്ഥയ്ക്ക് നമുക്ക് ഒരു അറുതി വരുത്താം. ഇവിടെ നോക്കുക, നമുക്ക് സുപരിചിതമായൊരു വചനം വായിച്ചുകൊണ്ട് നിർത്താം. അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീരുകൊണ്ട് മൂടുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ട് അവിടുന്ന് സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് അവിടുന്ന് നമ്മുടെ യാചന കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിൻ്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്ന ക്രിസ്ത്യാനിയിൽ പവിത്രമായ ജീവിതമാണ്. അത് കഠിനമായ സഹനത്തിനാണെങ്കിൽ സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താഴേക്ക് പറയുകയാണ്, ഏക ശരീരവും ഏകോ ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പം ദൈവം ആഗ്രഹിക്കുന്നതാണോ നമ്മൾ കൊടുക്കുന്നത്, അതോ നമ്മൾ ആഗ്രഹിക്കുന്നതാണോ കൊടുക്കുന്നത്? ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും ഉണ്ടാകണം. കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ജീവിക്കാൻ പഠിപ്പിക്കുകയും വിശ്വാസം ജീവിക്കുകയും വിശ്വാസം പകർന്നു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകരാണ് മാതാപിതാക്കളും നമുക്ക് മനസ്സിലാക്കണം. ഇതിൽ വീഴ്ചയുണ്ടായാൽ കർത്താവിനോട് പറഞ്ഞാൽ മതി. അവിടുന്ന് ആരെയും വിധിക്കാൻ പോകുന്നില്ല. കർത്താവെ, അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ എനിക്കിത് ജീവിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് അത് മനസ്സിലാക്കും. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ബലഹീനയായ ഒരു അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ അവിടുന്ന് മനസ്സിലാകും. മക്കളെ അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് കൃപ തരും. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നുവെന്ന് എഫേസസ് ലേഖനത്തിലൂടെ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയെ യുവാവ് പറഞ്ഞതുപോലെ നമുക്ക് നശിപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ചതിക്കുഴിയും കെണികളും ഒരുക്കാതിരിക്കാം. മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കാം. വിശ്വാസങ്ങളും വിശ്വാസ പാരമ്പര്യങ്ങളും നമുക്ക് പകർന്നു കൊടുക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരപ്പനും അമ്മയും മാത്രം വിചാരിച്ചാലൊന്നും ഇത് സംഭവിക്കാൻ പോകണില്ല. കാരണം ചുറ്റുവട്ടങ്ങളിലുള്ള ഒരു ദിവസം ഒരു ഇടവക ദേവാലയത്തിൽ അവധി ദിവസം നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, വേദപാഠം പഠിക്കുന്ന ഇടവക ദേവാലയത്തിൽ അവധി ദിവസം പോയപ്പോൾ ഒരു പിതാവിനെ പരിചയപ്പെടാനിടയാ. പിതാവ് പറയുകയാണ്, എൻ്റെ മോനോട് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ നേരത്തെ പോകുമായിരുന്നു. ക്രിസ്ത്യാനിറ്റി നിൻ്റെ അനിവാര്യതയാണ് മകനെ എന്ന് ഈ പിതാവിന് പറഞ്ഞു കൊടുക്കാൻ അറിവില്ലാതെ പോയി. അപ്പോൾ ഈ പിതാവ് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമുണ്ടോ? ഇല്ല. ഇടവക കൂട്ടായ്മയുടെ ഉത്തരവാദിത്തം ഉണ്ടാകണം. ഇടവകയിൽ നടക്കേണ്ടത് വിശ്വാസ പരിശീലനമാണ്. വിശ്വാസത്തിൽ മക്കളെ നിൽക്കുവാനും വിശ്വാസം ജീവിക്കുവാനും കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുന്ന ശുശ്രൂഷകളാണ് ഇടവകകളിൽ ഉണ്ടാകേണ്ടത്. അവിടെ കുറേ പ്രോഗ്രാമുകളും നിർമ്മാണ പ്രവൃത്തികളും അല്ല നടക്കേണ്ടത്, മറിച്ച് വിശ്വാസ പരിശീലനമാണ്. പ്രബോധനം, ഉത്തമമായ ബോധ്യം മാതാപിതാക്കളിലും മക്കളിലും ജനിപ്പിക്കുന്ന ശുശ്രൂഷകളാണ് ഇടവക ദേവാലയത്തിൽ ഉണ്ടാകേണ്ടത്. മാറിയ സാഹചര്യത്തിൽ ഈ ലോകത്തിൽ എങ്ങനെ വിശ്വാസത്തെ വിശദീകരിക്കാമെന്നും എങ്ങനെ വിശ്വാസത്തെ പ്രതിരോധിക്കാമെന്നും എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുവാനും
വിശ്വാസികളെയും അവരുടെ മക്കളെയും പ്രാപ്തമാക്കുന്ന ശുശ്രൂഷകൾ കൊണ്ട് ഇടവക ദേവാലയങ്ങൾ സമൃദ്ധമാകണം. ഒറ്റയ്ക്കൊന്നും ആരെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഡീസൻ്റായിട്ട് ജീവിക്കുന്നുവെന്ന് ഏതെങ്കിലും വിശ്വാസി കരുതുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കൂട്ടായ്മയിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ കർത്താവ് കുടുംബത്ത് വന്ന് പിറന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പന കുലുക്കിക്കൊണ്ട് പനയുടെ ചോട്ടിൽ പ്രസവിക്കുന്ന ഒരു മിറിയാം ഖുറാനിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. കുടുംബത്തെ തകർത്തുകൊണ്ടല്ല, മറിച്ച് കുടുംബത്തിൽ കർത്താവ് വചനമാംസം ധരിക്കാൻ കാരണം കുടുംബം, കൂട്ടായ്മ, ഇത് രണ്ടും കർത്താവിനാൽ സ്ഥാപിതമാണ്. അപ്പോൾ കുടുംബങ്ങൾ നിലനിൽക്കുവാനും വിശ്വാസം നിലനിൽക്കുവാനും ആവശ്യമായ പരിശീലനങ്ങൾ ഇടവക ദേവാലയങ്ങളിൽ അടിയന്തരമായി ഉണ്ടാവുകയും കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുകയും ക്രിസ്തീയ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം.